ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കിടിലൻ സാലഡിൻ്റെ ഞങ്ങൾ ഇവിടെ നോമ്പ് തുറക്കി സാലഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളുണ്ടല്ലോ, അത് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ, അതിപ്പോൾ എന്താ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് എടുക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ, ആപ്പിള്, മുന്തിരി, പിന്നെ പഴം, ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഉണ്ടാവാറുള്ള ഫ്രൂട്ട്സുകൾ. അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുക, കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഐസ്ക്രീം. ഇത് എന്താ പറയുക, ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഈ ഐസ്ക്രീം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാലഡിന് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് മാത്രമല്ല, ഫ്രൂട്ട്സ് അല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് അത് കഴിച്ചു പോവുകയും ചെയ്യും. വെറുതെ ഫ്രൂട്ട്സ് മാത്രം വെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. നല്ലതാണ്, പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ അത് കഴിക്കാൻ ഇഷ്ടമാവണമെന്നില്ലല്ലോ. ഇതാകുമ്പോൾ നല്ല തണവും കിട്ടും, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഫ്രൂട്ട്സ് ആയ കാരണം കൊണ്ട് നല്ലതുമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.